നമസ്കാരം, ഞാൻ ഹൃതിക. സെൻറ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്നേഹമുള്ള DCL കൂട്ടുകാരി, കൊച്ചേട്ടൻ്റെ കത്ത്. അമ്മ മിണ്ടാതിരി, ഡോക്ടർ പറഞ്ഞാൽ മതി. എല്ലാവരും ഉണ്ണാനിരുന്നില്ലേ? എത്ര നേരമായി നിന്നെ ഒരുമിച്ചുണ്ണാൻ വിളിക്കുന്നു. ഒന്ന് വന്നിരിക്കുമോനെ. എനിക്ക് വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറയുന്നു. എനിക്ക് വണ്ണം കൂടാതിരിക്കാൻ ഞാൻ ഡയറ്റാ. എൻ്റെ ക്ലാസ്സിലെ പലരും ഡയറ്റ് നോക്കുന്നുണ്ട്. മുറിക്കുള്ളിൽ നിന്ന് അരുൺ ഉറക്കെ പറഞ്ഞു. ഓ പിന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഡയറ്റ് നോക്കുന്നത്. ശരീരം വളരുന്ന പ്രായത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, അതും സമയത്ത് കഴിക്കണം. വീട്ടിൽ എല്ലാവരും സാധിക്കുന്നിടത്തോളം ഒന്നിച്ചു കഴിക്കുകയും വേണം. ഉറച്ച ശബ്ദത്തിൽ അച്ഛൻ നയം വ്യക്തമാക്കി. ഉച്ച കഴിഞ്ഞ് കളിക്കാനായി പുറത്തുപോയ അരുൺ നേരം നന്നായി ഇരുട്ടിയതിനു ശേഷമാണ് വീട്ടിൽ കയറി വന്നത്. മൊബൈൽ ഫോണുമായി മുറിയിലേക്ക് കയറിയ അരുൺ അത്താഴം കഴിക്കാനും ഇറങ്ങി വന്നില്ല. അമ്മ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരുന്നു. അവൻ ദേഷ്യത്തോടെ നോ പറഞ്ഞുകൊണ്ടുമിരുന്നു. ഒരു ദിവസം രാവിലെ അരുൺ എഴുന്നേറ്റത് വലിയ വായി നിലവിളിച്ചുകൊണ്ടാണ്. വയറ് പൊത്തിക്കരയുന്ന അവന് വലിയ വയറുവേദനയായിരുന്നു. അച്ഛൻ്റെ കൂടെ ആശുപത്രിയിലെത്തി. പരിശോധന കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് കേട്ട് അച്ഛൻ ഞെട്ടി. അരുണിൻ്റെ പാൻക്രിയാസിന് നീരുണ്ട്, ബയോപ്സിക്ക് വിടണം. അരുണിൻ്റെ ആമാശയവും ഉദരത്തിലെ മറ്റ് അവയവങ്ങളും മലിനമാണത്രേ. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലേ എന്ന ചോദ്യത്തിന് ഇല്ല എന്നച്ഛനും യെസ് സാർ എന്ന് അരുണും പറഞ്ഞു. കളിക്കാനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നവർ പണക്കാരുടെ മക്കളോടൊപ്പം ഹോട്ടലുകളിലും ബേക്കറികളിലും കോഫി ഹൗസുകളിലും സ്ഥിരമായി കയറി ജങ്ക് ഫുഡിൻ്റെ അടിമയായി മാറിയിരുന്നു. വീട്ടിലെ ഭക്ഷണത്തിന് രുചിയില്ല എന്നെന്നും പരാതിയാണ്. കാരണം ഹോട്ടൽ ബേക്കറി ഭക്ഷണത്തിൻ്റെ ഉമാമിയാണെന്ന് ഡോക്ടർ പറഞ്ഞു. കൂട്ടുകാരെ, നിങ്ങളും ഈ ഉമാമിയുടെ അടിമകളാണോ? ഉമാമി എന്ന ജപ്പാൻ വാക്കിന് കൊതിപ്പിക്കുന്ന രുചി എന്നാണ് അർത്ഥം. തക്കാളി, പന്നീർ, മട്ടൻ, ചിക്കൻ, മത്സ്യം, കൂൺ, കടൽപ്പായൽ എന്നിവയിൽ നിന്നും ലഭിക്കുന്ന സ്വാഭാവികമായ ഉമാമി ആരോഗ്യത്തിന് നല്ലതാണ്. എന്നാൽ രുചി കൂട്ടാനായി മോണോസോഡിയം ഗ്ലൂറ്റാമേറ്റ് MSG എന്ന അജിനോമോട്ടോ ചേർത്തുണ്ടാക്കുന്ന ഉമാമിയുടെ അടിമകളാണ് നമ്മുടെ കഥയിലെ അരുണും കൂട്ടുകാരിൽ ഒട്ടേറെ പേരും. ഇന്ന് കുട്ടികളും യുവജനങ്ങളും മാത്രമല്ല, മുതിർന്നവരും MSGയിലൂടെ നിർമ്മിക്കുന്ന ഉമാമിക്ക് അടിമകളാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം ഇന്ന് ആർക്കും വേണ്ട. ഭക്ഷണം ഇന്ന് ഹോട്ടലിലാണ് എന്ന് പറയുമ്പോഴേ നാവിൽ വെള്ളമുണർത്താൻ അജിനോമോട്ടോയുടെ ഉമാമിക്ക് കഴിവുണ്ട്. നൂഡിൽസ്, ഫ്രൈഡ് ചിക്കൻ, ബർഗർ പാറ്റീസ്, ഫ്രോസൺ മോമോസ്, ഷവർമ തുടങ്ങിയ എല്ലാ ഇറക്കുമതി ഭക്ഷണങ്ങളിലും MSGയും കൃത്രിമ രുചിയും വിഷമയമായ നിറങ്ങളുടെ പൊടികളും ആസിഡും എല്ലാം അമിതമായ അളവിൽ ചേർക്കുന്നുണ്ട്. ചിപ്സ്, ലേസ്, കുർക്കുറെ, നാച്ചോസ്, ചീസ് ബോൾസ്, പഫ്, പാനിപൂരി മസാലകൾ, പോപ്കോൺ തുടങ്ങി കുട്ടികൾ ആർത്തിയോടെ ഭക്ഷിക്കുന്ന സാധനങ്ങളിലെല്ലാം അത്യന്തം അപകടകരമായ കൃത്രിമ ഫ്ലേവറുകളും ആസിഡുകളും MSGയും ചേർക്കുന്നുണ്ട്. നമ്മുടെ നാടൻ ചോറും കറികളും നാടൻ കോഴിയും കപ്പയും ബീഫും അപ്പവും മുട്ടയും പുട്ടും കടലയും ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉള്ളിച്ചമ്മന്തിയുമൊക്കെ കഴിച്ച് നല്ല കല്ലുമസിലുമായി കല്ലിനോടും മണ്ണിനോടും പടവെട്ടി വളർന്ന കേരം തിങ്ങുന്ന ഈ കേരള നാടിൻ്റെ തനത് ഭക്ഷണ ശൈലികളും രുചിക്കൂട്ടുകളുമൊക്കെ കുഴിമന്തിയുടെ കുഴിയിലിട്ട് മൂടുന്നതാരാണ്? കൂട്ടുകാരെ, ഭക്ഷണം ഒരു സംസ്കാരമാണ്. ഓരോ നാടിനുമുണ്ട് സ്വന്തമായ ഒരു ഭക്ഷണ സംസ്കാര ചരിത്രം. അതിനാൽ നമുക്ക് വീട്ടിലെ ഭക്ഷണം കഴിച്ച് വളരാം. അരുണിനെ പോലെ പല കൂട്ടുകാർക്കും വീട്ടിലിരുന്ന് അച്ഛനും അമ്മയും പറയുന്നത് ഒരു വിലയുമില്ല. വയറു തിരുമ്മി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞാലേ മനസ്സിലാകൂ. നമുക്ക് വീട്ടിൽ ഭക്ഷണവും ഭാഷണവും മതി എന്ന് പറയാം. അമ്മക്കറികളുടെ രുചിയും ആവിപാറുന്ന ചോറിലൊരു തുള്ളി എണ്ണയും ഉപ്പും പുരട്ടി അമ്മ വാരിത്തരുന്ന ചോറിഴകളുടെ അരുളുകളും നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിയമാവലിയാകട്ടെ. ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ. നന്ദി.